ഞാൻ മൊത്തത്തിൽ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകാന്നേ ഉള്ളൂ. മണിക്കൂറുകളോളം നടന്ന ആ പോരാട്ടം ലോകത്തിന് പകർന്നു നൽകുന്ന ആവേശവും ചിന്തയും പാഠങ്ങളും വേറെ ദിവസങ്ങളോളം നടന്ന ഒരു യുദ്ധങ്ങളും നൽകുന്നില്ല. ആ വാനൽക്ക് ചിന്തിക്കുമ്പോൾ ബദറിന് പ്രത്യേക സ്ഥാനമുണ്ട് ആഴത്തിൽ ചിന്തിച്ചാൽ. പക്ഷെ ഉപരിപ്ലവമായി ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മണിക്കൂറുകൾ മാത്രം നടന്ന ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങളെ അള്ളാഹു മാനിക്കാൻ പ്രത്യേകമായി തെരഞ്ഞെടുത്തവർ തന്നെ എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മറുപടി. ആരാണ് ബദരീങ്ങൾ എന്ന് ആലോചിച്ചാൽ ഒന്നാമത്തെ സ്ഥാനം നമ്മൾ എന്താ കാണുക? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്താണല്ലോ ബദരീങ്ങൾ. സ്വഹാബികളാണ് ബദരീങ്ങൾ. സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ മതിയോ? എന്നാ എല്ലാ സ്വഹാബികൾക്കും ബദരീങ്ങളുടെ സ്ഥാനം കിട്ടുമോ? ഇല്ല. സ്വഹാബികളിൽ തന്നെ പല തട്ടുകളുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് പ്രധാനമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളായ മുന്നണിയിലുള്ളവർ, മുന്നേറ്റക്കാർ, മുൻപന്തിയിലുള്ളവർ എന്ന് ഖുർആൻ വാഴ്ത്തിയിട്ടുള്ള സ്വഹാബാക്കളാണ് ബദരീങ്ങൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബദരീങ്ങൾക്ക് ഒന്നുകൂടി പവർ കൂടി. ഒന്നാം നമ്പറിൽ നമ്മളൊക്കെ വിധാനത്തിലുള്ള ഒരു കൂട്ടരാണ് ബദരീങ്ങൾ, മൂമിനീങ്ങളാണ്. അള്ളാഹിനെ കൊണ്ട് റസൂലിനെ കൊണ്ട് വിശ്വസിച്ചവർ. ആ വിധാനത്തിൽ നമ്മളൊക്കെ ഉണ്ട്. ബദരീങ്ങളൊപ്പം ഒപ്പം എന്ന് പറഞ്ഞാൽ കുരുത്തക്കെന്ന് പറയല്ലേ, ബദരീങ്ങളുടെ സ്റ്റേജിൽ മൂമിനീങ്ങൾ എന്ന ആ സമൂഹത്തിൽ നമ്മളൊക്കെ ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്താണ് ബദരീങ്ങൾ. അത് നമുക്കൊന്നും കിട്ടൂല, ഇനി ആരും കൊതിച്ചിട്ട് നടക്കൂല. അത് കിട്ടിയവർക്ക് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ്. ആ സ്വഹാബത്തിൽ നിന്നു തന്നെ മുന്നണിയിലുള്ളവർ, മുൻപന്തിയിലുള്ളവർ, മുന്നേറ്റക്കാർ, മുൻഗണനക്കാർ എന്ന് അള്ളാഹു വാഴ്ത്തിയിട്ടുള്ളവർ, അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ബദരീങ്ങൾ. ആരാണ് അവര്? والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. والسابقون الأولون, അള്ളാഹുവിങ്കിൽ ഏറ്റവും ആദ്യന്മാരും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരുക്കിയിട്ടുള്ള പ്രതിഫലങ്ങളിലേക്കും സ്വർഗീയ സുഖങ്ങളിലേക്കും പരലോക നേട്ടങ്ങളിലേക്കും എല്ലാം എല്ലാവരെക്കാളും മുന്നിലെത്തിയവരും മത്സരത്തിൽ മറ്റെല്ലാവരെക്കാളും മുന്നിൽ ജയിച്ചവരുമായിട്ടുള്ള ആളുകൾ. ആരാണവർ? മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബത്തും അൻസാർ എന്ന സ്വഹാബത്തും. അപ്പൊ സ്വഹാബത്ത് ഒന്നുകൂടി ചുരുങ്ങി. മുഹാജിറുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബത്ത്, അൻസാർ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബത്ത്. കുറഞ്ഞ കൂട്ടരെ അവരിൽ പെടുള്ളൂ. വളരെ കൂടുതൽ പേരൊന്നും മുഹാജിറീന അൻസാർ എന്ന് പറഞ്ഞ സ്വഹാബത്തിൽ വരില്ല. നമ്മൾ കേൾക്കുമ്പോൾ ഒന്നായിട്ട് സ്വഹാബത്തൊട്ടാ മുഹാജിരിങ്ങളാ അൻസാറാ ഒന്നങ്ങ് പഠിച്ചു പോയാലും കുടുങ്ങും. 1,24,000 അംഗങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ സ്വഹാബത്തിനുണ്ടെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. കൃത്യം കണക്കായിക്കൊണ്ടൊന്നൊന്നുമില്ല, മൊത്താവാ. ഈ 1,24,000 സ്വഹാബത്തിൽ മുഹാജിറുകൾ അൻസാറുകൾ എന്നവർ കുറച്ചേ ഉള്ളൂ. മുഹാജിറുകളും അൻസാറുകളും വളരുന്നവരല്ല. അത് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള കുറഞ്ഞ വിഭാഗത്തിന് മാത്രം കിട്ടുന്ന സ്ഥാനമാണ്. ഇനി നമ്മൾ ഹിജറ പോയി നിർത്തിയിട്ട് മുഹാജിർ വരാണെന്ന സ്വഹാബിയാവോ? അതൊന്നും ആവൂല. ഹിജറ നടത്തിയോലൊക്കെ ആവൂല. അൻസാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയും റസൂലിനെയും സഹായിച്ചവരെന്നേ ഉള്ളൂ. പക്ഷെ സഹായിച്ചവരെല്ലാം അൻസാറാവൂല. നമ്മളിപ്പോ അള്ളാഹിനും റസൂലിനും ദീനിനെ സഹായിച്ചാൽ നമ്മൾ അൻസാർ എന്നറിയോ? ഇനി ഏതെങ്കിലും ഒരു കൂട്ടർ അൻസാർ എന്ന് പേരിട്ടു ഓല സംഘത്തിന്, അതുകൊണ്ടൊന്നും ആവില്ല. അങ്ങനെയൊക്കെ ഇസ്ലാമിക വ്യവസ്ഥയിൽ എത്രയോ സംഘങ്ങൾ വന്നിട്ടുണ്ട്. അൻസാറുല്ലാ, അൻസാറുദ്ദീൻ, അൻസാർ എന്നൊക്കെ ഒന്നുകൊണ്ട് പേര്. അതുകൊണ്ടൊന്നും അള്ള വാഴ്ത്തിയ അൻസാറാവൂല. അള്ളാഹു സ്വഹാബാക്കളിൽ നിന്ന് വാഴ്ത്തിയിട്ടുള്ള മുഹാജിറുകളും അൻസാറുകളും എന്ന് പറയുന്ന വിഭാഗം വളരെ പരിമിതരായ ആളുകൾ, എണ്ണിക്കണക്കാക്കാൻ പറ്റുന്ന വിഭാഗം. ഈ മുഹാജിറൂന അൻസാർ എന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരിൽ നിന്ന് തന്നെയും കടഞ്ഞെടുക്കപ്പെട്ട വളരെ ചുരുങ്ങിയ വിഭാഗമാകുന്നു ബദരീങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മുഹാജിറുകൾ മുഴുവൻ ബദരീങ്ങളല്ല, അൻസാർ മുഴുവനും ബദരീങ്ങളല്ല. മുഹാജിറുകളിൽ നിന്നും ബദർ യുദ്ധത്തിൽ സംബന്ധിച്ചിട്ടുള്ളവരും ബദറിന്റെ സ്ഥാനവും പുണ്യവും അള്ളാഹു ബദറിന്റെ പോരാട്ട രംഗാങ്കണ വേദിയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ പോലും നൽകിയിട്ടുള്ളവരുമായി മൊത്തം മുഹാജിറുകളിൽ നിന്ന് ബദരീങ്ങൾ എന്ന സ്ഥാനത്തെത്തിയവർ 83 പേരാണ്. ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവാണ് ചരിത്രത്തിൽ ഏറ്റവും അവലംബയോഗ്യമായ യുദ്ധചരിത്രത്തിലെ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ കൃത്യമായ കണക്ക് പ്രകാരം 83 പേരാണ് മുഹാജിറുകൾ ബദരീങ്ങളായിട്ട് കണക്കാക്കപ്പെട്ടവർ. ഇതന്നെ മുഴുവൻ പങ്കെടുത്തവരല്ല.
മദീനത്തിൽ നിന്ന് സ്വന്തം ഭാര്യയെ ചികിത്സിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയെ മരിപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടെന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. ബദർക്ക് മൂപ്പർ പോയിട്ടില്ല, ഒരു മദീനത്താ. അങ്ങനെ നബി തങ്ങൾ പല വിഷയത്തിൽ പറഞ്ഞയച്ചിട്ടുള്ളവരും പ്രത്യേകമായി ബദറിന്റെ വേളയിൽ അവർക്ക് അസൗകര്യങ്ങൾ നൽകിയിട്ട് അല്ലാഹു തആലാന്റെ റസൂല് പ്രത്യേകം ബദറിന്റെ പുണ്യം ഓഫർ ചെയ്തവരുമായിട്ടുള്ള ആളുകളടക്കം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിൽ നിന്ന് മുഹാജിറുകൾ 83 പേർ. അൻസാറുകളാണ് ബാക്കി 231 പേരും. അതായത് മുത്തനബിനെയും കൂട്ടിയിട്ട് 314 കൂട്ടിയിട്ടുള്ള ഞാൻ കണക്ക് പറയുന്നത്. മുത്തനബിനെയും കൂട്ടാൻ 314 പേര് വരും. ഈ 231 അൻസാറുകളിൽ നിന്ന് ഔസ് ഗോത്രക്കാരായ ഒരു വിഭാഗം 61 പേരും ഹസ്റജ് ഗോത്രക്കാർ 170 പേരും. ഇവരാണ് ബദരീങ്ങൾ എന്നറിയുന്ന ആളുകൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബ് ഒന്ന് കൂട്ടിയൊക്കെയാണ് നിങ്ങൾ എത്ര ഉണ്ട്? മുഹാജിറുകൾ ഇവരെക്കാളിലൊക്കെ എണ്ണുണ്ട്, അൻസാറുകൾ ഇവരെക്കാൾ അധികം എണ്ണമുണ്ട്. പക്ഷെ മുഹാജിറുകൾ അൻസാറുകളുടെ കൂട്ടത്തിൽ നിന്ന് വളരെ പരിമിതരായി അല്ലാഹു തആല അതിന് സൗഭാഗ്യം നൽകിയിട്ടുള്ള എണ്ണപ്പെട്ട വ്യക്തികൾക്ക് കിട്ടിയ സ്ഥാനമാവുന്നു ബദരീങ്ങൾ എന്ന് പറയുന്ന സ്ഥാനം. എന്നാൽ ഇരിക്കട്ടെ, ആ സ്ഥാനത്തിലേക്ക് കടക്കുന്നതിന്റെ മുൻപ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അവർ മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ടവരല്ലേ. മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ അത് വല്ലാത്തൊരു സ്ഥാനല്ലേ. അവരുടെ ഗ്രേഡിൽ പെടുന്നവർ മുസ്ലിമീങ്ങളിൽ ആരുമില്ല. മുഹാജിർ അൻസാർ എന്ന് പറയുന്ന ഈ 2 ഗ്രേഡിന്റെ കൂട്ടത്തിൽ പെടുന്നവർ ആരുമില്ല. മുഹാജിറുകൾ അൻസാറുകൾ എന്ന് പറയുന്നവർക്ക് തമ്മിൽ സ്ഥാനത്തിൽ മാറ്റമുണ്ട്. ചില പദവികളിൽ അൻസാറിനുള്ളത് മുഹാജിറിനില്ല, മുഹാജിറിനുള്ളത് അൻസാറിനില്ല. മൊത്തം കൂടി അവരിൽ ആർക്കാ ശ്രേഷ്ഠത നോക്കും, മുഹാജിറുകൾക്കാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിലും മുഹാജിറുകളും അൻസാറുകളും താരതമ്യേന ഓരോരോ സ്ഥാനങ്ങളും സവിശേഷതകളും 2 കൂട്ടർക്കും അവകാശപ്പെടാൻ പറ്റുവരാണ്. അള്ളാഹു ഇത് കൃത്യമായി വിവരിക്കുന്നുണ്ട്. അള്ളാഹ് വിവരിച്ചു തരാത്ത ഒരു കാര്യമല്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇത് കൃത്യമായി വിവരിക്കുന്നുണ്ട്. 6 സ്ഥാനങ്ങൾ അള്ളാഹു മുഹാജിറുകൾക്ക് പറഞ്ഞപ്പോൾ അതേമാതിരി 6 സ്ഥാനങ്ങൾ അള്ളാഹു അൻസാറുകൾക്കും പറയുന്നു. വിശുദ്ധ ഖുർആൻ ഹശ്ർ സൂറത്ത് للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون. രണ്ടാമത്തൊരായത്ത് വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. ഹശ്ർ സൂറത്തിലെ 8ഉം 9ഉം ആയത്ത്. ഈ 2 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹാജിറുകൾ ആര് അൻസാറുകൾ ആര് എന്ന് ലോകത്തെ എല്ലാ വിശ്വാസികൾക്കും പഠിക്കാനും വിലയിരുത്താനും വേണ്ടി വിശദീകരിച്ചു പഠിപ്പിച്ചിട്ടുണ്ട്. പടച്ചോന്റെ പടപ്പുകളിൽ അവനുദ്ദേശിക്കുന്നവർക്ക് അവന്റെ ഓശാരമായി നൽകിയ സ്ഥാനമാണ് അള്ളാഹു വാഴ്ത്തുന്ന സ്ഥാനം. വാസ്തവത്തിൽ അള്ളാന്റെ അടിയങ്ങളെ വാഴ്ത്തിയാൽ അതൊക്കെ അത് അള്ളാനെ തന്നെ വാഴ്ത്തലാണ്. നേർക്കുനേരെ നമ്മൾ ചിന്തിച്ചാൽ, നല്ലോണം കുറച്ച് നല്ലോണം ചിന്തിച്ചാലേ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നൽകുന്നതാണ് അള്ളാഹുവിന്റെ അടിയാന സ്ഥാനം. അള്ളാഹ് നൽകാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ ആർക്കും കൊടുക്കൂല. പിന്നെ ഏതൊരടിയാന അള്ളാഹു വാഴ്ത്തിയാലും അത് അള്ളാഹുവിന്റെ തന്നെ ധർമ്മത്തെ അള്ളാഹു വാഴ്ത്താണ്. എന്നാലും അള്ളാഹ് ഓശാരമായി കൊടുത്ത പദവി എത്രയുണ്ട് എന്ന് ഞമ്മക്ക് പഠിക്കാനാണ് അള്ളാഹു വിവരിച്ചു തരുന്നത്. അള്ളാഹു കൊടുത്തോക്കെ അള്ളാഹ്ക്ക് കൃത്യമായിട്ട് അറിയാം എത്ര അളവ് കൊടുത്തിട്ടുണ്ട്, എപ്പം കൊടുത്തിട്ടുണ്ട് എന്ന്. കൊടുക്കണതിന് മുമ്പ് തന്നെ തിരിയല്ലോ അള്ളാഹു തആല കാസലിയായ ഇൽമിലുണ്ട്. പക്ഷെ നമ്മളിത് മനസ്സിലാക്കാനാണ് അവരുടെ സ്ഥാനം മനസ്സിലാക്കാൻ. ഈ സ്ഥാനത്തിൽ നമുക്കും പിൻപറ്റാൻ പറ്റുന്നതുണ്ട്, പിൻപറ്റാൻ പറ്റാത്തതുണ്ട്. ഇതിലാണ് അള്ളാഹു ഇതൊക്കെ വിവരിക്കുന്നത്. അള്ളാഹു പറയുന്നത് എന്താണെന്നറിയോ? ധനം എന്ന് പറയുന്നത് നിങ്ങൾ ധനികന്മാർ തന്നെ തമ്മിൽ ഇട്ടൂട്ടരിക്കരുത് എന്ന് പറയുന്ന ആയത്തിന്റെ മൂട്ടിലാ അള്ളാഹു, പിന്നിലാ അള്ളാഹു ഇത് പറയുന്നത്. ധനം എന്ന് പറയുന്നത് ധനികന്മാരും മുതലാളിമാരുമായിട്ടുള്ള ആളുകൾ തമ്മിൽ കൈകാര്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കും. എന്നിട്ട് ഈ കുട്ടികളെ കുരങ്ങൽപ്പിച്ച മാതിരി അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിങ്ങനെ കളിച്ചിട്ട് ഇടയിൽ നിൽക്കുന്നവരിങ്ങനെ വെറുതെ മങ്കിയാണ്. ഈ ഒരു തരത്തില് കളി നിങ്ങൾ മുതലേറ്റ് നടത്തരുത്.
നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞ വിഹിതങ്ങളിലേക്കും ഭാഗങ്ങളിലേക്കും ഒക്കെ മുതൽ കൊടുക്കണം. അള്ളാഹു വ്യവസ്ഥ ചെയ്തെടുത്തേക്ക് നിങ്ങളുടെ മുതൽ ചെലവഴിക്കണം. നിങ്ങൾ ജനിക്കുമ്പോൾ കൊണ്ടുവന്നൊന്നും അല്ലത്, അത് ഞാനാണ് തന്നതാണ് എന്നാണ് അള്ളാഹ് അതിന്റെ മുമ്പ് പറയുന്നത്. എന്നിട്ട് ആർക്ക് കൊടുക്കണം നിങ്ങളുടെ മുതൽ എന്ന് പഠിപ്പിക്കുന്നിടത്താണ് അള്ളാഹു ഇത് സൂചിപ്പിക്കുന്നത്. ആർക്കാണ് നിങ്ങൾ മുതൽ അന്ന് ചെലവഴിക്കേണ്ടത് എന്ന് അന്നത്തെ വർത്തമാനകാല സമൂഹത്തെ അള്ളാഹ് തെറ്റപ്പെടുത്തുകയാണ്. യാതൊന്നുമില്ലാത്ത, ശരിക്ക് ജീവിക്കാൻ വഴിയില്ലാത്ത നിർധനരായ ആളുകൾ. അൽ മുഹാജിരീൻ, അതായത് സ്വന്തം നാടും വീടും വിട്ട് അള്ളാഹു നിശ്ചയിച്ച മണ്ണിലേക്ക് അഭയാർത്ഥികളായി പോന്നവർ. അപ്പൊ നിർധനരാണവർ, അഭയാർത്ഥികളാണവർ. രണ്ടു ഗുണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പറയുന്നു. ഇത് രണ്ടും നല്ല ഗുണ. നിർധനം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണാർത്ഥം നൽകുന്ന ഏറ്റവും വലിയൊരു പദവിയാണ്. അത് കുറഞ്ഞ പദവിയല്ല. ഞമ്മക്ക് ഇവിടെ തുപ്പി കളിക്കാനാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ ഫുഖറ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പദവിയാണ്. പക്ഷെ എന്തു വേണോ ആ പദവി കിട്ടണമെങ്കിലും